ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സാധാരണ ചെയ്യാറുള്ള പോലുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ല, ഇതെനിക്ക് സ്പെഷ്യലാണ്. നമ്മുടെ ലൈഫിൽ 3 ഇഞ്ച് തെച്ചിരിക്കുന്ന സമയത്ത്, വഴിമുട്ടി എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സമയത്ത് നമ്മ പോലും അറിയാണ്ട് പഠിച്ചോ നമ്മുടെ മുമ്പിൽ ആരെങ്കിലുമൊക്കെ എത്തിച്ചു തരില്ലേ? എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ട് 1 വർഷം തികയാൻ പോവാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെറിയൊരു ഷൂട്ടൊക്കെ ഒന്ന് വെച്ച് കാച്ചിയാലോ എന്ന് മൈൻഡിൽ ഇങ്ങനെ ഒരു പ്ലാൻ വന്നപ്പോൾ, എന്നാൽ പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്, അങ്ങ് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു. ആ ഷൂട്ടിന് പോകാനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരുക്കങ്ങളൊന്നുമില്ല. ഈ ഫൗണ്ടേഷനും കൺസീലറൊക്കെ ലെയർ ചെയ്യുന്നത് ഒരു ചടങ്ങായതുകൊണ്ടും അതിലുപരി എനിക്ക് നല്ല മടിയായതുകൊണ്ടും ഞാൻ അത്തരം പരിപാടികളിലേക്കൊന്നും കിടക്കുന്നില്ല. മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ നേരത്തെ ഇട്ടതുകൊണ്ട് അതൊന്നും ഈ ക്ലിപ്പിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സ്ഥിരം പരിപാടി തന്നെ. ആദ്യം ഹിമാലയയുടെ പൗഡർ ഇട്ടു, പിന്നെ ആ വെള്ളപ്പാണ്ടൊന്ന് മാറ്റാൻ വേണ്ടി സ്പിൻസ് വെച്ചൊന്ന് ടച്ച് ചെയ്തു. എന്നിട്ട് ഐലൈനർ വെച്ച് നീളത്തിലൊരു വഞ്ചി വരച്ച് കണ്ണിനെ ഒന്ന് ജീവൻ വെപ്പിച്ചെടുത്തു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തുള്ളൽ വേറെ ഒന്നുമല്ല, ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു എനർജി വന്നടിക്കാറുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റാണ്, ക്ഷമിക്കുക. പിന്നെ ലിപ് ബാം ഇട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു. എന്തായാലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങണതല്ലേ, നന്നായി ചുവന്നങ്ങിരുന്നോട്ടെ. കണ്ണിൻ്റെ മേലൊന്ന് തിളങ്ങാൻ വേണ്ടി ഇതിൽ ഏത് കളർ ചൂസ് ചെയ്യുന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. ലാസ്റ്റ് ഒരെണ്ണെടുത്ത് വാരി തേച്ച്. എനിക്ക് കൈവച്ച് ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ കിട്ടാറില്ല. അങ്ങനെ ബ്ലഷും കുറച്ചിട്ടൊന്നുമില്ല, ആവശ്യത്തിലധികം അങ്ങ് ഇരുന്നോട്ടെ. ഞാനങ്ങനെ ബ്ലഷ് യൂസ് ചെയ്യുന്ന ആളല്ല, യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ബ്ലഷ് ഇടുമ്പോൾ ഇടുന്ന സമയത്ത് ഒരു ഭംഗി കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ കിട്ടാറില്ല. സ്കിൻ വല്ലാതെ ഡള്ളാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പാണ് ഈ ഐലാഷ് കേൾ ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഗിവ്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ഈ ഐലാഷ് കേളർ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ എവറിഡേ മേക്കപ്പ് ലുക്കിൽ നിന്ന് മസ്കാര എന്ന സംഭവം സ്കിപ്പ് ചെയ്തത്. അങ്ങനെ ഇതോടുകൂടി മുഖത്തെ ചിത്രപ്പണികളൊക്കെ ഏറെക്കുറെ തീരുമാനമായി. ഇനി അടുത്തതാണ് മുടിയൊതുക്കൽ പരിപാടി. മിക്ക ദിവസങ്ങളിലും ഞാനും മുടിയും തമ്മിൽ അങ്ങനെ അത്ര രമ്യതയോടെ പോകാറില്ല. പക്ഷെ ഇന്ന് കുറച്ച് കോംപ്രമൈസിൽ നിൽക്കുന്നുണ്ട്. വെട്ടാനൊന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് ഇതിൽ വലിയ പണിയൊന്നും ചെയ്യാനില്ല, ചുമ്മാ ഒന്ന് ഈരി ഒതുക്കിയിടാം, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാം ഒന്ന് സെറ്റായാലും ഒരു പട്ടിഷോ, അത് നിർബന്ധമാണല്ലോ. ഇതാണ് ഞാൻ ഇന്നിടാൻ പോകുന്ന ഡ്രസ്സ്. എന്നാൽ ഇനി കംപ്ലീറ്റ് ലുക്ക് കണ്ടാലോ? അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.